സമരം ചെയ്യാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എൽ.പി. സ്കൂളിന് അവധി നൽകിയ അധ്യാപകർ. സമരം ചെയ്യുന്നതിനാൽ സ്കൂളിന് അവധിയെന്ന് കുട്ടികളുടെ ഗ്രൂപ്പിൽ അധ്യാപകർ മെസ്സേജ് അയക്കുകയായിരുന്നു. എഇഒ വട്ടിയൂർക്കാവ് സ്കൂളിലെത്തി. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, വളരെ വിചിത്രമായൊരു സംഭവമാണല്ലോ നടന്നത്. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പണിമുടക്കുകയാണ്. അതിനിടയിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എൽ.പി. സ്കൂള് പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് അധ്യാപകരും മറ്റ് ജീവനക്കാരും സമരത്തിൻ്റെ ഭാഗമായത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരുമെല്ലാം പണിമുടക്കിൻ്റെ ഭാഗമാകുമെന്ന് കാട്ടി സ്കൂൾ പ്രധാന അധ്യാപിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് കാണാതെ നിരവധി കുട്ടികളാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വന്നത്. പക്ഷേ സമരത്തിൻ്റെ ഭാഗമാകുമെങ്കിൽ പോലും ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് സ്കൂളുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന് എഇഒ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് സ്കൂള് അടച്ചിട്ട വിവരം അറിഞ്ഞുകൊണ്ട് അല്പസമയം മുമ്പ് എഇഒ സ്കൂളിലേക്ക് വരികയും സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കുകയുമാണ് ചെയ്തത്. ചില നാട്ടുകാരൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നത് കുറേയധികം കുട്ടികൾ ഈ വിവരം അറിയാതെ സ്കൂളിലേക്ക് വന്നിരുന്നു. ഒരു സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം എഇഒ സ്കൂൾ അധികൃതർക്ക് നൽകിയതാണ്. ഇത് പാലിക്കാതെയാണ് വട്ടിയൂർക്കാവ് എൽ.പി. സ്കൂളിലെ പ്രധാന അധ്യാപകർ ഈ പറയുന്ന സ്കൂള് പൂർണ്ണമായിട്ട് അടച്ചിട്ടുകൊണ്ട് സമരത്തിൻ്റെ ഭാഗമായത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്താനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂള് അടച്ചിട്ടിട്ട് പോയത്? അതായത് ചില ജീവനക്കാർ അല്ലെങ്കിൽ ചില അധ്യാപകർ സമരത്തിൻ്റെ ഭാഗമായാൽ അതിനെന്തിന് സ്കൂള് പൂർണ്ണമായിട്ട് അടച്ചിടണം എന്നുള്ള ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത്. അതുതന്നെയാണ് എഇഒയും ചോദിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എഇഒ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും ചെയ്യും. എഇഒ അല്പസമയം മുമ്പ് ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് സ്കൂളിന് അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിന് അവധി കൊടുത്തുകൊണ്ട് എന്തിന് അധ്യാപകർ സമരത്തിൻ്റെ ഭാഗമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായിരിക്കും എഇഒ വിദ്യാഭ്യാസ വകുപ്പിന് നൽകുക. എന്തായാലും ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ പണിമുടക്കിൻ്റെ ഭാഗമായതേ തുടർന്നാണ് വട്ടിയൂർക്കാവ് എൽ.പി. സ്കൂൾ പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനം മുടക്കിക്കൊണ്ട് സ്കൂൾ അടച്ചിട്ടുള്ള ഒരു സമരത്തിലേക്ക് അധ്യാപകർ പോയത്.